Dear God, I know that I am not perfect. I know sometimes I forget to pray. I know I have questioned my faith. I know sometimes I lost my temper. But thank you for loving me unconditionally and giving me another day to start over again. Amen. ഇതായിരിക്കട്ടെ ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥന. കാരണം ഇന്ന് നമ്മൾ ഓർക്കുന്ന വിശുദ്ധ ജൂലിയ യൗവനത്തിലെ വിശ്വാസത്തിന് വേണ്ടി രക്തസാക്ഷിയായവളാണ്. ഒരു കുലീന കുടുംബത്തിലായിരുന്നു ജന്മമെങ്കിലും യുദ്ധത്തിൽ നാട് പിടിച്ചടക്കപ്പെട്ടപ്പോൾ സിറിയയിലേക്ക് അടിമയായി വിൽക്കപ്പെട്ടവൾ. ജോലിയില്ലാത്ത സമയമെല്ലാം പ്രസന്നവദനയായി പ്രാർത്ഥനയിലും ജ്ഞാനവായനയിലും ഒഴുകി. യജമാനായ വ്യാപാരി അവളെ പ്രതി സന്തുഷ്ടനായിരുന്നു. ഒരു യാത്രയ്ക്ക് അവളെ കൊണ്ടുപോയപ്പോൾ അവിടെ നടന്ന ഒരു കാളയുടെ ബലിയിൽ എല്ലാവരും പങ്കെടുത്തെങ്കിലും ജൂലിയ ഒഴിഞ്ഞു മാറി. അവിടുത്തെ ഗവർണർ അത് അവരുടെ ദേവന്മാരെ നിന്ദിക്കുന്നതായി കണക്കാക്കി അവളെ ചോദ്യം ചെയ്തപ്പോൾ താനൊരു ക്രിസ്ത്യാനിയാണെന്ന് ജൂലിയ മറുപടി നൽകി. ദേവന്മാർക്ക് ബലി ചെയ്താൽ അവളെ സ്വതന്ത്രയാക്കാമെന്ന വാഗ്ദാനത്തിന് യേശുക്രിസ്തുവിനെ ആരാധിക്കുവാൻ സ്വാതന്ത്ര്യമുള്ളിടത്തോളം കാലം ഞാൻ അടിമയല്ല എന്ന് ധീരമായി അവളെ ഏറ്റു പറഞ്ഞു. വൈകാതെ അവളെ പ്രഹരിക്കാനും തലമുടി പറിച്ചു കളയാനും മരിക്കുന്നതുവരെ കുരിശിൽ തറച്ചിടാനും ഉത്തരവായി. ഐശ്വര്യത്തിലും കഷ്ടപ്പാടിലും സ്വാതന്ത്ര്യത്തിലും അടിമത്തത്തിലും ഒരുപോലെ തീക്ഷ്ണമതിയായിരുന്ന ജൂലിയയാണ് ഇന്നത്തെ നമ്മുടെ മാതൃക.